ഇത്തങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും കാണാറുണ്ടല്ലോ അജ്രക്ക് എന്ന് പറഞ്ഞിട്ട്. അജ്രക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ടൺ ആണോ? അതുപോലെ മിക്സ് മാച്ച് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ടോ? അതെന്താ, കോട്ടൺ ആണോ? അജ്രക്ക് എന്തിനാണ് യൂസ് ചെയ്യുക? അജ്രക്ക് എന്താ പോളിസ്റ്റർ കൂട്ടുള്ളതാണോ? അജ്രക്ക് 1 മീറ്റർ 2 മീറ്റർ ആയിട്ട് കിട്ടുമോ? അജ്രക്ക് കൊണ്ട് എന്തെല്ലാം സ്റ്റിച്ച് ചെയ്യുക? അങ്ങനെയുള്ള അജ്രക്കിനെ കുറിച്ചുള്ള എല്ലാ സംശയത്തിനുള്ള ഉത്തരമാണിത്. അജ്രക്ക് എത്ര GSM ആണ്? 250, 260 ആ രീതിയിലുള്ള GSM ആവും അജ്രക്ക് ഉണ്ടാവുക. അജ്രക്ക് എന്ന് പറഞ്ഞാൽ നല്ല കോട്ടൻ്റെ ക്ലോത്താണ്. ഒന്നും കൂടെ ഗുണമേന്മ കൂടിയിട്ടുള്ള, ഒന്നും കൂടി GSM ഉള്ള ക്ലോത്താണ് അജ്രക്ക്. പക്ഷെ അജ്രക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഈ പ്രിൻ്റ് പോകാത്ത ഒരു പ്രിൻ്റാണ് അജ്രക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. പ്രിൻ്റഡ് ആവും, പക്ഷേ ഈ പ്രിൻ്റ് നമ്മൾ അലക്കിന്ന് വെച്ചിട്ടോ സാധാരണ പ്രിൻ്റഡ് ആയിട്ടുള്ള നൈറ്റി നമ്മൾ എടുക്കുമ്പോഴുള്ള ഈ ഒരു പ്രശ്നം ഈ അജ്രക്കിൻ്റെ നൈറ്റിക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ ഷാൾ നൈറ്റികളാണ്, പക്ഷെ അതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയതാണ്. ജസ്റ്റ് വീഡിയോ എടുത്തത് മാത്രം. കുറച്ച് അധികം ഓവർ വർക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ അതിൽ പെട്ടുപോയതാണ്. അതുകൊണ്ട് പുതിയ മെറ്റീരിയൽ പൊട്ടിച്ചിട്ടില്ല. പുതിയ മെറ്റീരിയൽ നാളെ എടുക്കുകയുള്ളൂ. മോളുടെ സ്കൂളിലെ ആർട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ്, ഒരു ആസ്മി സ്കൂളിലാണ് മോള് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഈ ടൈമിലാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിനും ചാടിക്കയറി പേരൊക്കെ കൊടുത്തതുകൊണ്ട് എല്ലാത്തിനും പ്രാക്ടീസ് ചെയ്യാനും അതിനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇതൊക്കെ ഇന്ന് നൈറ്റ് അടിക്കാനുള്ളതാണ്. ഞാൻ കൂടുതലും അടിക്കാറുള്ളത് നൈറ്റാണ്. അപ്പോൾ ഒരു ദിവസം എത്ര നൈറ്റിയൊക്കെ നിങ്ങൾ അടിക്കുമെന്ന് ചോദിക്കാറുണ്ട്. 15 നൈറ്റി ഒരു ദിവസം കുറഞ്ഞത് അടിക്കാറുണ്ട്. അതിന് ഫുള്ള് നമ്മൾ അടിക്കൂല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ചിലരിങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യേണ്ട മാത്രം ഇതൊക്കെ ഓൺലൈനിൽ അയച്ചു കൊടുക്കാനുള്ളതാണ്. അത് മാത്രം ഇങ്ങനെ അടിക്കാറുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ നെക്ക് അടിച്ച് അതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. നമ്മളെ കൂടെ ഉള്ളവർ അടിക്കും. ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട് നമ്മളെ കൂടെ ഓൺലൈനായിട്ട് അയച്ചു തന്നാൽ, കട്ട് ചെയ്ത് തന്നാൽ നമുക്ക് അടിച്ചു തരാൻ പറ്റുമെന്ന്. പക്ഷെ നമ്മളെ കൂടെ ഉള്ളവർ തന്നെ സ്റ്റിച്ച് ചെയ്യണോണ്ട് അവർക്ക് തന്നെ പാർട്ട്ണർമാരും കൂടി ആയതുകൊണ്ട് നമുക്ക് സ്വന്തം തീരുമാനം പറ്റില്ല. നമ്മളെ കൂടെ തന്നെ 2-3 പേര് എക്സ്ട്രാ അടിക്കാറുള്ളവരും സീസണൊക്കെ ആകുമ്പോൾ അടുപ്പിക്കുന്ന ആളുകളുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിന് ഒക്കെ പറയാത്തത്. ഇനി നിങ്ങൾ തീരെ അടിക്കാത്ത കട്ട് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് തരാം. അത് വെച്ചിട്ട് ബാക്കിയുള്ളത് സ്റ്റിച്ച് ചെയ്താൽ മതി. അതുപോലെ റീസെല്ലിങ്ങിനും നമ്മൾ അയക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റീസെല്ലർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ 2 ദിവസം 3 ദിവസമൊക്കെ ആവും ഓരോരുത്തർ ഓരോന്ന് സെലക്ട് ചെയ്ത് വരുമ്പോക്കിന്. അപ്പോഴത്തേനും ബാക്കിയുള്ളതിന് ടൈം വൈകും. നമുക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സും കൂടി ഉള്ളതുകൊണ്ട് അവരെടുക്കുമ്പോൾ അല്ലെങ്കിൽ പരാതിയാണ്. ഓൺലൈനിൽ നല്ലത് കൊടുക്കും, അവരുടെ ബാക്കിയുള്ളതാണ് നമുക്ക് തരിക എന്നുള്ളത്. അപ്പോൾ നമ്മളെ ബിസിനസ് ഒഴിവാക്കിയാണ്. കാരണം ഡയറക്റ്റായിട്ടുള്ളത് ഒരുപാടുള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റില്ല. ഹോൾസെയിലായിട്ട് ഒത്തിരി പേര് എടുക്കാറുള്ളതുകൊണ്ട് ഞാൻ മലപ്പുറം ചെമ്മാടാണ് വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തതും ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കാറുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി പറ്റുമോ എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റ് വഴിയൊക്കെ ആദ്യം അങ്ങനെ ആക്കിയത്. അങ്ങനെ ആയിട്ട് ഓരോരുത്തർ മെറ്റീരിയൽ വാങ്ങിക്കൊണ്ടുപോയിട്ട് പിന്നെ പേയ്മെൻറ്റ് അടക്കാതെ അങ്ങനെ വിട്ട്. അതുപോലെ ഈ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുമ്പോഴും സർക്കാരിൻ്റെ കാര്യമാണല്ലോ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മളെ ടൈം വെറുതെ പോക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇതിനിപ്പം ഓർഡർ സ്വീകരിക്കാറില്ല. നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് പൈസ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ ശേഷം അഡ്രസ്സ് വിട്ടാൽ നമ്മൾ അയച്ചാലും 3-ാം ദിവസം, അതല്ലെങ്കിൽ കൊറിയർ വഴിയാണെങ്കിൽ 2-ാം ദിവസം അങ്ങനെ കയ്യിൽ കിട്ടും. അങ്ങനെയാണ് നമ്മളെ ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നൈറ്റി അടിച്ചിട്ട് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കാറില്ല, റീറ്റെയിലായിട്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. ഹോൾസെയിലായിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ്. റീറ്റെയിലായിട്ട് ഒത്തിരി ഓർഡർ ഉണ്ട്. പിന്നെ 3-4 കടകളിലേക്ക് ആഴ്ചയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാവും. അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കാത്തത്. ഷോപ്പ് എടുക്കാനുള്ള ബിസിനസ് ഇല്ലാതിരുന്നിട്ടല്ല, പക്ഷേ അത് നമ്മളെ വീട്ടിലുള്ളവർക്ക് താല്പര്യമില്ല. ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റുമെന്നുള്ള നമ്മളെ അനുഭവത്തിലൂടെ കാണിച്ചു തരാണ്. അപ്പോൾ അതുപോലെ വേറെ പലരും ചോദിക്കാറുള്ളതാണ് ഈ അജ്രക്ക് ചിലത് പോവാറുണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അജ്രക്കാവില്ല, അസ്രക്കാവും. അസ്രക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് നമ്മൾ ആ തുണി തൊട്ടാൽ തന്നെ നമുക്കൊരു ഓയിലി ആയിട്ടാണ് തോന്നുക. അത് പെട്ടെന്ന് പ്രിൻറ്റും പോവും, കളറും പോവും. ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ അത് പ്ലെയിൻ നൈറ്റി ആയിട്ട് മാറും. എന്ന് വെച്ചാൽ പ്രിൻറ്റും പോവും, അതിൻ്റെ കളറും പോവും, പിന്നെ ആ ഒരു തുണി മാത്രം ഉണ്ടാവും. അതിന് അജ്രക്ക് എന്നാണ് പറയാം. അജ്രക്കിലെ ഏറ്റവും നല്ല ബ്രാൻഡ് DCM-ഉം അതുപോലെ കുമാറുമാണ്. ശൈലജൻ്റെതും ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ശൈലജയിൽ കൂടുതലും മിക്സ് ആൻഡ് മാച്ചുകളാണ് വരിക. സാധാ പീസുകൾ കുറവാണ് ശൈലജയിൽ വരിക. അജ്രക്കിൽ ഞാൻ കൂടുതലും എടുക്കാറുള്ളത് കുമാറും DCM-ഉം ആണ്. അതുപോലെ
പെട്ടെന്ന് പ്രിൻ്റ് പോകേണ്ട ഒന്നുണ്ട്, അതാണ് കുമുദ്. കുമുദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അജ്രക്ക് ഉണ്ട്. അത് സാധാ ക്ലോത്തായാലും അതിന് റേറ്റ് കുറവുമാണ്, പെട്ടെന്ന് പ്രിൻ്റ് പോവുകയും ചെയ്യും. ആ അജ്രക്കിനേക്കാളും ഒന്നും കൂടി ഒരു ക്വാളിറ്റിയിൽ വരുന്നതാണ് റോയൽ അജ്രക്ക്. റോയൽ അജ്രക്ക് എന്ന് പറഞ്ഞാൽ അതിൽ റോയൽ അജ്രക്കൊന്നും ഉണ്ടാവില്ല, അജ്രക്കൊന്നും ഉണ്ടാവില്ല നമ്മളാ ക്ലോത്തിൽ. പക്ഷേ അത് അജ്രക്കിൻ്റെ നല്ല ക്ലോത്താണ്. അങ്ങനെയുള്ളതിനാണ് നമ്മളടുത്ത് കൂടുതലും പോവാറുള്ളത്. ആ ഒരു റോയൽ അജ്രക്കിൻ്റെ പീസുകളിലാണ് ഏറ്റവും കൂടുതൽ നല്ല എന്താ പറയുക കളക്ഷൻസും വരാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ ഇതും മുഴുവൻ ഇല്ല കേട്ടോ, ആകെ കുറച്ച് പീസുകളേ ഉള്ളൂ. അത് 3-4 ദിവസം മുന്നേ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. ഈ അജ്രക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ 3-4 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നപ്പോൾ പക്ഷേ പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് മോളെ സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒരുപാട് പേര് കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് അയച്ച് അവരുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ മെറ്റീരിയൽ അയക്കുന്നവരും അത് കിട്ടിയാൽ അതിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ പകരം നിങ്ങളെ മെറ്റീരിയൽ കിട്ടി നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ വീഡിയോൻ്റെ കമൻ്റായിട്ട് ഇട്ടാൽ മതി. നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ചോദിക്കണേക്കാളും വീഡിയോൻ്റെ കമൻ്റായിട്ട് ഇട്ടാൽ നമുക്കത് അതേപോലെ ഡൗട്ടുള്ള മറ്റുള്ളവരുണ്ടാവും, കമൻ്റ് ഇടാൻ അറിയാത്തവർ. അപ്പോൾ അവർക്കും അതൊരു യൂസ്ഫുൾ ആവും. മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ബന്ധവും ഇല്ലാത്ത 2 മെറ്റീരിയലാവും. പക്ഷേ അത് രണ്ടും ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ടോപ്പും പാൻറ്റും അടിച്ചാൽ ഭംഗിയുണ്ടാവും. അതിൻ്റെ പാർട്സുകൾ എന്താ വെച്ചാൽ ഒരു പീസിന് മറ്റേ പീസിന് കൈ വെച്ച് അതുപോലെ നെക്ക് വെച്ചൊക്കെ അടിക്കുമ്പോൾ ഒന്നും കൂടെ ആ ഒരു മെറ്റീരിയലിന് ഭംഗി കൂടുന്ന ഐറ്റംസ്, അതാണ് മിക്സ് ആൻഡ് മാച്ച്. അത് അജ്രക്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യുക, 2 പീസ് അടിച്ചിട്ട് അതിലേക്ക് ഒരു പ്ലെയിൻ ഷോൾ എടുത്തിട്ട് ഇട്ടാൽ അപ്പം എന്താവും, അജ്രക്കിൻ്റെ നല്ല എന്താ പറയുക 3 പീസാവും. ഇനി അതുപോലെ ഷാൾ നൈറ്റി കൊണ്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ടോപ്പും ഷാളും ആക്കിയിട്ട് അടിച്ചിട്ട് പാൻറ്റ് എന്ത് ചെയ്യും, പാൻറ്റിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ പ്രിൻ്റ് കൊടുക്കും, എന്നിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള കൊടുക്കും. അപ്പോൾ നമുക്ക് ഒരുപോലെ അടിഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ ഫ്രോക്ക് പോലെ അങ്ങനെ ഫ്രില്ല് ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2-3 പേര് അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. 320 ആയതുകൊണ്ട് നല്ല ഇഷ്ടം പോലെ പീസും ഉണ്ടായിരുന്നു. അജ്രക്കിൻ്റെ നമ്മൾ 2 മീറ്റർ 3 മീറ്ററൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താവണം, റണ്ണിങ് മെറ്റീരിയൽ ആവണം. ഇത് 3 മീറ്ററും 3.5 മീറ്ററും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാറാണുള്ളത്. അതുപോലെ ഞാൻ എവിടെ നിന്നാണ് എടുക്കാറുള്ളതെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ കസിൻ്റെ ഷോപ്പിലേക്ക് കസിൻ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ ഓൻ എടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും വിളിക്കും, ഞാനും ആ കൂട്ടത്തിൽ പോയിട്ട് എനിക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഓൻ്റെ ബില്ലിൽ സാധനം എടുക്കുക, 100 പീസ് എടുത്താൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളങ്ങനെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഡീലിൻ്റെ പുറമേ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നിടത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കോണ്ടാക്റ്റ് തരണം എന്ന് പറഞ്ഞാൽ അത് പറ്റൂല എന്ന് ആദ്യം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു കാര്യം എന്താ പറയുക, ഏതൊരു ബിസിനസ്സിനും എല്ലാം ഓപ്പൺ ആണെങ്കിലും ചില മറമാണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് 3 പീസ് വരെയൊക്കെ 60 രൂപക്ക് എടുക്കുക. 3 പീസാണെങ്കിലും 1 പീസാണെങ്കിലും 2 പീസാണെങ്കിലും 60 രൂപ ഷിപ്പിംഗ് വരും. പിന്നെ 5 പീസ് മുതൽ 30 പീസ് വരെ എടുക്കുകയാണെങ്കിലും ഒരു പോസ്റ്റിന് ഒരു ഓർഡറിന് 100 രൂപയാണ് ഷിപ്പിംഗ് വരിക. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതില്ലാതെ ഒഴിവാക്കാൻ പറ്റിയൊരു അവസ്ഥയില്ല. ഒന്നാമത്തത് നമ്മൾ പോസ്റ്റ് വഴിയായാലും കൊറിയർ വഴിയായാലും അവിടെ നമ്മൾ അതിനുള്ള ഇത് അടക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഒരു 15-20 ഡെയിലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ബൾക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് പേയ്മെൻറ്റ് കുറഞ്ഞ് കിട്ടും ആ രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിടുന്നത്. അപ്പോൾ തീരെ പോസ്റ്റ് ചാർജ് തീരെ വാങ്ങാതെ കൊടുക്കാനുള്ളൊരു നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് കച്ചവടം ഒന്നും കൂടെ ഉഷാറാവട്ടെ. ഇപ്പോൾ റാഹത്താണ്, എന്നാൽ പോലും ഒന്നും കൂടി ഉഷാറായാലും എന്ത് ചെയ്യുക, നമുക്കിതൊക്കെ ഞാൻ 12 വർഷമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓൺലൈനിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷം 2 വർഷം ആവുന്നേ ഉള്ളൂ. ഓൺലൈനിൽ മെറ്റീരിയൽ കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ ചെയ്ത് ഓൺലൈനിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡർ കിട്ടാറുള്ളത് ഫേസ്ബുക്കിൽ നിന്ന് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മളങ്ങനെ ഇതാക്കിയിട്ട് അക്കൗണ്ടിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ളതും അതുപോലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടക്കുന്നതും ഫേസ്ബുക്കിലാണ്. അപ്പോൾ ഫേസ്ബുക്കിലും ഒരു പേജൊക്കെ തുടങ്ങാം. അതിലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്യുക, ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധയും വേണം. പലരും പറഞ്ഞു പറ്റിക്കും. ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ ഒഴിവാക്കിയതിന് അതുകൊണ്ടാണ്.
അപ്പോൾ ഇനി ഒരുവിധം ഡൗട്ടൊക്കെ ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ടിടുക, അതിൻ്റെ റിപ്ലൈ ആയിട്ടിടുക. അതല്ലെങ്കിൽ അതനുസരിച്ച് വീഡിയോ ചെയ്യുക. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറന്നതല്ല, ചെയ്യാം. വേറെ കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് ഇടാൻ നമുക്ക് വീഡിയോസ് എടുക്കാനും കൂടെ ഒരാൾ വേണം. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത വീഡിയോ അതായിട്ട് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ വേണമെന്നുള്ളവർ ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.